ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിത ധനാഗമമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാവിധ കാര്യങ്ങളും അനുഭവത്തിൽ വരുന്ന ആഴ്ചയാണ്. ആദിത്യൻ വൃശ്ചികം രാശിയിൽ തൃക്കേട്ട ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലൂടെ കടന്നു പോകുന്നു. ചൊവ്വ 21-ന് ഞായറാഴ്ച ധനുരാശിയിൽ പ്രവേശിക്കും. ചൊവ്വയുടെ മൗഢ്യം തുടരുകയാണ്. ബുധനും ശുക്രനും വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നു. 24 ബുധനാഴ്ച ശുക്രന് മൗഢ്യം തുടങ്ങും. വ്യാഴം മിഥുനം രാശിയിൽ വക്രഗതിയിലാണ്. ശനി മീനം രാശിയിൽ പൂരുരുട്ടാതിയിൽ സഞ്ചരിക്കുന്നു. രാഹു കുംഭം രാശിയിൽ സ്വന്തം നക്ഷത്രമായ ചതയത്തിലാണ്. കേതു ചിങ്ങം രാശിയിൽ പൂരത്തിലും. ഈ ഗ്രഹനിലയെ മുൻനിർത്തി അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങൾ വന്നെത്തുന്ന ആഴ്ചയാണ്. തീരുമാനിച്ച കാര്യങ്ങൾ ഒട്ടാകെ നടന്നു കിട്ടും. പല തുള്ളി പെരുവെള്ളം എന്ന ചൊല്ലുപോലെ ഓരോന്നായി പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അമിതമായ ജോലിഭാരം ഉണ്ടാകില്ല. കൂടിയാലോചനകളിൽ ഉചിതമായ നിലപാടുകൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. ഒപ്പമുള്ളവരുടെ സഹകരണം വന്നുചേരും. കുടുംബ അന്തരീക്ഷത്തിൽ ചെറിയ സ്വൈര്യക്കേടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നവസംരംഭങ്ങൾ ഒഴിവാക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ആരംഭിച്ച കാര്യങ്ങൾ മുഴുവയ്ക്കാനുള്ള അവസരം കൈവരും. തൊഴിലിടത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്ന ആഴ്ചയല്ല. ഒരു പക്ഷേ സഹജമായ കഴിവുകൾ മുഴുവൻ നിങ്ങൾക്ക് പുറത്തെടുക്കുവാൻ ഈ ആഴ്ച കഴിഞ്ഞെന്നു വരില്ല. കലാ മത്സരങ്ങളിൽ വേണ്ടത്ര ശോഭിക്കുവാൻ സാധിക്കുകയുമില്ല. സുഹൃത്തുക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിജയിക്കും. സഹോദര ആനുകൂല്യമുണ്ടാകും. ഗൃഹത്തിൽ സമാധാനം കുറയില്ലെങ്കിലും ഉറ്റവരുടെ നിർബന്ധശീലം ചൊടിപ്പിച്ചേക്കാം. ചെലവുകൾ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞെന്നു വരുന്ന ആഴ്ചയല്ല. ചൊവ്വ മുതൽ വ്യാഴം വരെയുള്ള 3 ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണ്ട ആഴ്ചയാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സന്ദർഭത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ കഴിയും. ചുമതലകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും കഴിയുന്നതാണ്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന വാരമാണ്. സഹപ്രവർത്തകർക്ക് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയും. സംഭാഷണ ശക്തി ആദരിക്കപ്പെടും. ബന്ധുക്കളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിക്കുന്ന ആഴ്ചയാണ്. തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കുടുംബത്തിൻ്റെ അഭിപ്രായം ആരായാൻ മറക്കരുത്. കേതു ചന്ദ്രയോഗം മനക്ലേശം ഉണ്ടാക്കും. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. ആഴ്ചയുടെ മധ്യത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുവാൻ ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഔദ്യോഗികമായി സമ്മിശ്രമായ വാരം വന്നുചേരും. നവസംരംഭങ്ങൾ ഉണ്ടായേക്കില്ല. കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കുവാൻ ബാധ്യസ്ഥരാകും. ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങും. ചർച്ചകളിൽ നന്നായി കാര്യങ്ങൾ വിശദീകരിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ സന്തോഷം സമ്മാനിക്കുന്നതാണ്. ബന്ധുസമാഗമത്തിന് സന്ദർഭം ഭവിക്കുന്നതാണ്. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ശുഭാരംഭം ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. കാര്യവിജയം എളുപ്പമായേക്കില്ല. തൊഴിലിടത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ആശയക്കുഴപ്പങ്ങൾ വളരെയധികം വരുന്ന വാരമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാക്കുകൾ വിശ്വസിക്കേണ്ടി വരും. ചില ബന്ധുക്കളുമായുള്ള പിണക്കം തുടരുന്നതാണ്. ബിസിനസ്സുകാർക്ക് വളരെയധികം നേട്ടമുണ്ടാകുന്ന ആഴ്ചയാണ്. പല വഴിക്കായി പണം ചെലവഴിക്കുന്നത് തടയാൻ സാധിക്കുന്നതാണ്. നിലപാടുകൾ രാഷ്ട്രീയത്തിൽ എതിർപ്പുകൾ ഉണ്ടാക്കും. ഗാർഹിക രംഗത്ത് സ്വൈര്യം കുറയുന്നതാണ്.
പരുഷമായ വാക്കുകൾ കഴിവതും ഒഴിവാക്കണം. വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരുന്ന വാരം കൂടിയാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മത്തിൽ വ്യാഴവും ചന്ദ്രനും സഞ്ചരിക്കുന്നതിനാൽ വാരാദ്യം കേസരി യോഗം ഭവിക്കുന്നു. മനഃശക്തി, കാര്യവിജയം, ഭോഗസുഖം, ആദരണീയത ഇവ ഫലമായി പറയാവുന്ന കാലമാണ്. കിട്ടുവാനുള്ള തുക കൈവശം എത്തിച്ചേരും. ഒപ്പമുള്ളവരെ കൊണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളുമായി ഭിന്നതയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കൾ ഉണ്ടോ എന്ന ഭയം അലട്ടാം. ഭൂമി വ്യവഹാരം തുടരപ്പെടുന്നതാണ്. ധൈര്യപൂർവ്വം അഭിപ്രായം പറയുവാൻ കഴിയും. രാഷ്ട്രീയ മത്സരങ്ങൾ കടുക്കുന്നതാണ്. ആരോഗ്യ ജാഗ്രത ഈ ആഴ്ച അനിവാര്യമാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രത്തിലൂടെ ചന്ദ്രനും വ്യാഴവും സഞ്ചരിക്കുന്നതിനാൽ ഗുണദോഷ ഫലങ്ങൾ അനുഭവപ്പെടും. ഭക്ഷണ സംതൃപ്തി, മതിയായ വിശ്രമം ഇവ ഈ ആഴ്ച ലഭിക്കും. ചില കാര്യങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. അധികാരികളുടെ അവഗണനയിൽ അസംതൃപ്തി വരുന്നതാണ്. മനസ്സിൻ്റെ ഏകാഗ്രത നിലനിർത്തുവാൻ ശ്രമിക്കും. തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതാണ്. യാത്രകൾ വളരെയധികം ഉണ്ടാകും. പ്രയോജനവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലപാടുകൾ പരസ്യപ്പെടുത്തുവാൻ മടിക്കില്ല. സാമ്പത്തികമായി വളരെയധികം മെച്ചമുണ്ടാകുന്ന വാരമാണ്. ശുപാർശകൾ കൊണ്ട് കാര്യസാധ്യവും ഈ ആഴ്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. തീരുമാനങ്ങളിൽ ചാഞ്ചല്യമുണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിച്ച ഉപദേശം കിട്ടാത്തതിനാൽ ഉത്കണ്ഠയ്ക്ക് സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുവാൻ കഴിയും. സാങ്കേതിക പരിമിതികൾ മറികടക്കുവാൻ കഴിയുന്നതാണ്. ആഡംബര ചിലവുകൾ കഴിവതും കുറയ്ക്കണം. വിദ്യാർത്ഥികളെ ആലസ്യം പിടികൂടുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങളെ കൊണ്ട് വളരെയധികം ഈ ആഴ്ച ഗുണമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്ക് ഒരുക്കം തുടങ്ങുവാൻ കഴിയുന്നതാണ്. മകളുടെ ജോലി സ്ഥലത്ത് മാതാപിതാക്കളായ ആളുകൾക്ക് പോയി നിൽക്കേണ്ട ഒരു സ്ഥിതി സംജാതമാകും. ഞായർ, വെള്ളി ദിവസങ്ങളിൽ ഗുണകരമാകുന്നതല്ല. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ബുധ ശുക്ര യോഗത്താൽ മക്കളുടെ കാര്യത്തിൽ ചില നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ചുറപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി തന്നെ ഈ ആഴ്ച പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന വാരമാണ്. 12-ലെ ചന്ദ്രഗുരു യോഗം നല്ല കാര്യങ്ങളിൽ ചെലവുണ്ടാക്കും. തീർത്ഥാടന സാധ്യത തള്ളിക്കളയുവാനാകില്ല. സർക്കാർ കാര്യങ്ങൾക്ക് ആവർത്തിത ശ്രമം വേണ്ടി വരുന്നതാണ്. മനസ്സിനെ വൈക്ലഭ്യം ബാധിക്കാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണം. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഗൃഹ നവീകരണം പൂർത്തിയാക്കുവാൻ കഴിയും. രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. വളരെയധികം നേട്ടമുണ്ടാകുന്ന ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. സുഹൃത്ത് സമാഗമം, വിരുന്നിൽ പങ്കെടുക്കൽ, ധനലാഭം ഇവ പ്രതീക്ഷിക്കാം. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അലച്ചിലിന് സാധ്യതയുണ്ട്. മനക്ലേശം ഭവിക്കാം. ജോലി ഭാരം കൂടുന്നതാണ്. ചെലവിന് പല വഴികൾ വന്നു ചേരും. ബുധനും വ്യാഴവും സുഖഭോഗം, ഭക്ഷണ തൃപ്തി, ബഹുമാന്യത, പാരിതോഷിക ലബ്ധി ഇവ സമ്മാനിക്കും. ക്ഷേത്ര ദർശനത്തിന് അവസരം കൈവരുന്നതാണ്. വെള്ളി, ശനി ദിവസങ്ങളിൽ സ്വൈര്യം കുറയും. നിങ്ങളുടെ സംസാരം പരുഷമാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാരമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. ഭാവിയെക്കുറിച്ചുള്ള ആലോചനകൾ വർദ്ധിക്കും. പ്രവൃത്തികളിൽ ശുഷ്കാന്തി കുറയുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് ദോഷകരമായി ഭവിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരങ്ങൾ സംജാതമാകുന്ന വാരമാണ്. വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഈ ആഴ്ച നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു പുരോഗതി വന്നു ചേരില്ല. പഠനത്തിൽ ഏകാഗ്രത കുറയും. ഞായർ, ബുധൻ, വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ വളരെയധികം പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ ന്യായമായ വിധം മുന്നേറുവാൻ ഈ ആഴ്ച സാധിക്കും. സഹജമായ കഴിവുകൾ തുണയ്ക്കുന്നതാണ്.
സമയോചിതമായ തീരുമാനങ്ങളും നിർവഹങ്ങളും പ്രശംസിക്കപ്പെടും. പുതിയ കാര്യങ്ങൾ ബാലാരിഷ്ടകൾ പിന്നിട്ട് വളരുവാൻ തുടങ്ങുന്നതാണ്. ഗവേഷകരായ ആളുകൾക്ക് പ്രബന്ധ രചനയിൽ മുഴുകുവാൻ കഴിയുന്നതാണ്. ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുന്നതിൽ വിജയിക്കും. ധനവരവ് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായി കാണുന്നതാണ്. എന്നാൽ ചെലവുകളിൽ മിതത്വം പാലിക്കുന്നത് വളരെയധികം ഗുണകരമാകും. ഗൃഹനിർമ്മാണം അല്പം മന്ദഗതിയിലാകുന്ന വാരമാണ്. സുഹൃത്ത് സമാഗമത്തിൽ പങ്കെടുക്കുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. കാര്യങ്ങൾ ഒരുവിധം എല്ലാ രീതിയിലും നിങ്ങളുടെ വരുതിയിലാക്കുവാൻ സാധിക്കും. പ്രവർത്തനത്തിൽ ആത്മവിശ്വാസവും ഏകാഗ്രതയും പുലർത്തുവാൻ കഴിയുന്നതാണ്. മേലധികാരിയുടെ പ്രീതി നേടുവാൻ കഴിയും. കുടുംബകാര്യങ്ങളിൽ സമാധാനം പ്രതീക്ഷിക്കാം. കിട്ടാക്കടങ്ങൾ കുറച്ചൊക്കെ കിട്ടുവാനിടയുണ്ട്. വായ്പയുടെ തിരിച്ചടവ് സുഗമമാകും. വിരോധികളുടെ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. ബന്ധുക്കളുടെ തർക്കങ്ങളിൽ സുതാർഹമായ വിധം മധ്യസ്ഥം വഹിക്കുവാൻ കഴിയുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചെലവധികരിക്കുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഗുണ അനുഭവങ്ങൾക്ക് മുൻതൂക്കം കിട്ടുന്ന വാരമാണ്. അറിവ് ആത്മവിശ്വാസം ഉണ്ടാക്കും. എല്ലാവിധ കാര്യങ്ങളിലും സ്വതന്ത്രമായ തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കും. വിപണന തന്ത്രങ്ങൾ വിജയിച്ചതിന് സന്തോഷമുണ്ടാകുന്നതാണ്. വ്യായാമത്തിന് സമയം മാറ്റിവെക്കുമെങ്കിലും ഇടയ്ക്കിടെ ആലസ്യം ബാധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് തയ്യാറെടുക്കും. അന്യദേശത്ത് കഴിയുന്നവരെ തൊഴിൽ പ്രശ്നങ്ങൾ അലട്ടുവാൻ ഇടയുള്ള വാരമാണ്. അനാവശ്യമായ തിടുക്കം ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ഏതാണ്ട് ഈ ആഴ്ച മുഴുവനും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വാഗ്ദാനം പാലിക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടാകും. സ്വന്തം സ്ഥാപനത്തിന് നവീന ശാഖ തുടങ്ങുവാൻ വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയമായി വളരെയധികം മെച്ചം പ്രതീക്ഷിക്കാം. മത്സരങ്ങളിൽ മുൻതൂക്കമുണ്ടാകും. സാമ്പത്തികമായ സ്വാതന്ത്ര്യവും ഭവിക്കുന്നതാണ്. സമ്മാനം അതുമല്ലെങ്കിൽ പാരിതോഷികം ഇവ ലഭിക്കാം. വിവാദങ്ങളിൽ നിന്നും ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെയധികം ഗുണകരമായി മാറുന്ന കാലമാണ്. പുതിയ തലമുറയെ കേൾക്കുവാൻ തയ്യാറായേക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് ഭാവി തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു വാരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഭവിക്കുന്നതാണ്. വ്യത്യസ്തങ്ങളായ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ വാക്കും കർമ്മവും ഒന്നായിരിക്കുന്നതിൽ വിജയിക്കും. എന്നാൽ വാക്കുകൾക്ക് പാരുഷ്യം വരുവാൻ ഇടയുണ്ട്. തന്മൂലം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ രേഖകൾ തിരിച്ചു കിട്ടാം. മത്സരങ്ങളിൽ നില മെച്ചപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ലോട്ടറി, നറുക്കെടുപ്പ്, ചിട്ടി മുതലായവയിലൂടെ അപ്രതീക്ഷിത ധനാഗമം നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാവി ചിന്തകൾ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നതാണ്. വിട്ടുവീഴ്ച മനോഭാവം ദാമ്പത്യത്തെ വളരെയധികം തൃപ്തികരമാക്കി മാറ്റുന്ന ഒരു വാരം കൂടിയാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. സ്ഥാനങ്ങൾക്കും പദവികൾക്കും അവകാശവാദം ഉന്നയിച്ചേക്കാം. ചിലപ്പോൾ നിയമസഹായം തേടേണ്ട ഒരു സാഹചര്യമുണ്ടാകും. ആത്മവിശ്വാസം അധികമാകരുത്. ഗവേഷകരുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. നിങ്ങൾ ഉപകാരം ചെയ്തവർ തന്നെ വിരോധികളായേക്കും. വിവര സാങ്കേതിക വിദ്യയിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ നഷ്ടസാധ്യതയും കൂടി വിലയിരുത്തുന്നത് ഗുണകരമാകും. അപരിചിതരായ ആളുകളുമായി കരാർ ഉറപ്പിക്കുന്നത് ആശ്വാസമായേക്കില്ല. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങൾക്ക് ശുഭത്വം കുറയുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ നടത്തുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി തിളങ്ങുവാൻ കഴിയും. ജോലിയില്ലാത്തവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയ പ്രതികരണങ്ങളും നിലപാടുകളും കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. പാരമ്പര്യ തൊഴിലുകളിൽ നൂതന സാങ്കേതിക വിദ്യ അവലംബിക്കും. സുഹൃത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ കഴിയുന്നതാണ്. വാക്കുകൾക്ക് ശക്തി വർദ്ധിക്കും. പലപ്പോഴും അപ്രസക്തമായ ആലോചനകളിൽ മുഴുകേണ്ടി വരുന്നതാണ്. ചുമതലകൾ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുവാൻ വൈമുഖ്യമുണ്ടാകുന്നതാണ്.
ചൊവ്വാഴ്ച മുതൽ കൂടുതൽ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ സമർപ്പിച്ച പദ്ധതികൾക്ക് അവസാന നിമിഷം സർക്കാരിൻ്റെ അംഗീകാരം വന്നു ചേരും. ക്ലേശം സഹിച്ചും ദൗത്യം പൂർത്തിയാക്കുന്നതാണ്. സഹപ്രവർത്തകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതാണ്. ഊഹാപോഹങ്ങൾക്ക് ചെവി കൊടുക്കുന്നത് ഗുണകരമാകില്ല. മത്സര വിജയം അനായാസമാകുന്ന ഒരു വാരമല്ല. മാതാപിതാക്കളുടെ അനിഷ്ടം സമ്പാദിക്കുവാൻ ഇടയുണ്ട്. സമാന ചിന്താഗതിക്കാരുമായി കൂട്ടുകൂടുവാൻ കഴിയുന്നതാണ്. ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുകയാൽ പിഴ ഒടുക്കേണ്ടി വരും. തിങ്കൾ ചൊവ്വ ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. ദാമ്പത്യത്തിൽ പിണക്കവും ഇണക്കവും തുടരുന്ന വാരം കൂടിയാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. ആത്മവിശ്വാസത്തോടെ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ കഴിയുന്നതാണ്. ഉപാചപങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. ആർഭാടങ്ങൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കുമെങ്കിലും കഴിഞ്ഞെന്നു വരില്ല. സ്ഥലം വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം വൈകുന്നതാണ്. കലാകാരന്മാർക്ക് പ്രതിഫലം കുറയുന്നതാണ്. പഠനകാര്യത്തിൽ ശ്രദ്ധ ചഞ്ചലമാകും. കാര്യസാധ്യത്തിന് അലച്ചിലുണ്ടാകും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഗാർഹിക അധ്വാനം അമിതമായേക്കും. തിങ്കൾ ചൊവ്വ അഷ്ടമ രാശിയാകിയാൽ ശുഭകാര്യങ്ങൾക്ക് ഉചിതമല്ല. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. കഠിനമെന്ന് തോന്നിയ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നിങ്ങൾക്ക് ഈ ആഴ്ച ചെയ്തു തീർക്കുവാൻ കഴിയുന്നതാണ്. പണവരവുണ്ടാകും. ബിസിനസ്സിൽ പാർട്ട്ണർമാരെ ചേർക്കുവാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ആ കാര്യത്തിൽ ഇരുമനസ്സാകും നിങ്ങൾക്ക് വന്നു ചേരുക. പൊതുപ്രവർത്തനത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന വാരമാണ്. കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ്. സഹപാഠികളുടെ യോഗത്തിൽ പങ്കെടുക്കുവാൻ കഴിയും. ആഴ്ച മധ്യത്തിലെ ദിവസങ്ങൾക്ക് ശുഭത്വം കുറയുന്ന വാരം കൂടിയാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. വാരാദ്യം ഉത്സാഹം അനുഭവപ്പെടും. നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. തൊഴിൽ രംഗത്ത് മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന വാരമാണ്. നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ വിജയിപ്പിക്കുവാൻ ഈ ആഴ്ച കഴിയുന്നതാണ്. സാങ്കേതികമായ വിഷയങ്ങളിൽ കൂടുതൽ അറിവ് സമ്പാദിക്കേണ്ട ഒരു സ്ഥിതി വന്നു ചേരും. കരാർ പണികൾ നീട്ടിക്കിട്ടുമോ എന്ന ആശങ്കയുണ്ടാകുന്നതാണ്. സന്ധി സംഭാഷണങ്ങൾക്ക് നിയോഗിക്കപ്പെടും. ഉപരിപഠനത്തിന് ഉതകുന്ന ഹ്രസ്വകാല കോഴ്സിൽ ചേരുവാൻ കഴിയുന്നതാണ്. കക്ഷി രാഷ്ട്രീയത്തോട് വിരക്തി ഉണ്ടാകും. പിതൃധനം അനുഭവത്തിൽ വരുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. പാരമ്പര്യത്തെയും പുതുമയും സമന്വയിപ്പിക്കുവാനുള്ള ശ്രമം തുടരുന്നതാണ്. വ്യത്യസ്ത കർമ്മമേഖലകളിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശോഭിക്കുവാൻ കഴിയും. മേലധികാരികൾക്ക് കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരുന്നതാണ്. എതിർ സ്വരങ്ങൾ അസ്വസ്ഥമാക്കും. നിഷ്പക്ഷ നിലപാടുകൾ ശത്രുക്കളെ സമ്മാനിക്കുന്നതാണ്. ഏജൻസികളിൽ നിന്നും ലാഭം കിട്ടും. കൂടുതൽ നേരം ആലോചനകളിൽ മുഴുകേണ്ടി വരുന്നതാണ്. കുടുംബകാര്യങ്ങളോർത്ത് അല്പസന്തോഷം കുറയുന്നതാണ്. സെമിനാറുകളിലും ചർച്ചകളിലും സൂക്ഷിക്കുവാൻ കഴിയും. അപ്രസക്ത കാര്യങ്ങൾക്ക് കൂടുതൽ നേരം ഈ ആഴ്ച ചെലവഴിക്കേണ്ടി വരും. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. പതിവ് കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി തന്നെ നടന്നു കിട്ടും. നിഴൽ പോലെ ആലസ്യമുണ്ടാകുന്നതാണ്. അധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കും. ജീവിത ചെലവുകൾ കൂടുന്നതിനാൽ വളരെയധികം ക്ലേശമുണ്ടാകുന്നതാണ്. കാര്യനിർവഹണത്തിൽ തടസ്സങ്ങൾ വന്നു ചേരും. അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്ന തോന്നൽ മൂലം ചില കലഹങ്ങൾ ഉദയം ചെയ്യുന്നതാണ്. സുതാര്യമായ സമീപനങ്ങൾ ചിലർ ചൂഷണം ചെയ്തേക്കാം. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമാകുന്നതാണ്. മകൻ്റെ നിർബന്ധശീലം വ്യാകുലതയുണ്ടാക്കും. ചെറു സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ്. അടുത്തത് പോരൂട്ടാതി നക്ഷത്ര ജാതകനാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് കൃത്യസമയത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങുവാൻ സാധിച്ചെന്നു വരില്ല. സങ്കീർണ വിഷയങ്ങളിൽ അനുഭവം ജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചേക്കും. നിശ്ചയിച്ചുറപ്പിച്ച വിഷയങ്ങളിൽ വ്യതിചലനമുണ്ടാകും. ഭൂമിയിൽ നിന്നും അനുഭവ ഗുണം കുറയുന്നതാണ്. ബിസിനസ്സുകാരുടെ വിപണന തന്ത്രങ്ങൾ ഫലം കാണണമെന്നില്ല. കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും. മത്സരങ്ങളിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരുന്ന വാരമാണ്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ കഴിയും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരം ഉണ്ടായേക്കില്ല.
അന്യദേശത്തു നിന്നും തീർത്ഥാടന യാത്രയ്ക്കായി ജന്മനാട്ടിലേക്ക് വരുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് നീതിയുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാൽ ജനകീയത വർദ്ധിക്കും. ഭരണ സംവിധാനത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. കാര്യവിജയത്തിൽ മതിമറക്കരുത്. ഗവേഷകർക്ക് കൂടുതൽ വിഷയങ്ങൾ അറിയേണ്ടി വരുന്നതാണ്. ഗഹനമായ വിഷയങ്ങൾ ലളിതമാക്കുവാൻ ശ്രമം തുടരുന്നതാണ്. നവസംരംഭങ്ങൾക്ക് ഉചിതമായ സന്ദർഭമല്ല. സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാൻ കഴിയുന്ന വാരമല്ല. കലാമത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കൂടുതൽ പരിശീലനം ആവശ്യമായേക്കും. കരാറുകളിൽ ഒപ്പിടുന്നതിന് മുൻപ് നിയമങ്ങളും നിബന്ധനകളും കൃത്യമായി വായിച്ചറിയുന്നത് ഗുണകരമാകും. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. അപ്രസക്ത കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടും. പ്രവർത്തനത്തെ ഉദാസീനതയെ മടുപ്പും ബാധിച്ചേക്കാം. എല്ലാ കാര്യങ്ങളിലും സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷം പ്രതികരിക്കുകയാകും ഉത്തമം. ആത്മവിശ്വാസം അമിതമാകരുത്. പ്രൊജക്റ്റുകൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ്. വയോജനങ്ങളെ ശുശ്രൂഷിക്കുവാനായി സമയം കണ്ടെത്തുന്നതാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് പ്രതീക്ഷിച്ചതിലും അധികം ചെലവ് ഉണ്ടാകുന്നതാണ്. അർപ്പണ മനോഭാവം തിരിച്ചറിയപ്പെട്ടേക്കില്ല. വാരം മധ്യം മുതൽ കൂടുതൽ നല്ല ഫലം വന്നു ചേരുന്നതാണ്. കുടുംബ സൗഖ്യത്തിന് വിട്ടുവീഴ്ച വേണ്ടിവരും. സംഘടനയിൽ സ്വാധീനം ഈ ആഴ്ച വർദ്ധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.